പുള്ളിക്കാരത്തേക്ക് എന്ത് റോളും വഴങ്ങുമല്ലോ. അസാധ്യ നടിയല്ലോ ഉർവശി ചേച്ചി. എല്ലാവരും പല ഇൻ്റർവ്യൂകളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളൂ. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് ഉർവശി. യൂത്തിനും നന്നായിട്ട് ഇതാക്കാൻ പറ്റും. അതിനേക്കാൾ നല്ല 14+ ആൾക്കാർക്കൊക്കെ നല്ല അങ്കിൾമാർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ രീതിയിലാണ്. തകർത്തിരിക്കുന്നത് മുകേഷും പാർവതിയാണ്. ഉർവശിയാണ് മുകേഷ് ഉർവശി. അയ്യറിൻ അറേബ്യ നല്ല പടം കേട്ടോ. നല്ല കുടുംബ പ്രേക്ഷകർക്ക് വന്നിരുന്ന് സമാധാനപരമായിട്ട് കണ്ട് 2 മണിക്കൂർ നല്ല സുന്ദരമായിട്ട് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു ഗംഭീര പടമാണ് അയ്യറിൻ അറേബ്യ. എം.എ. നിഷാദിൻ്റെ നല്ല സുന്ദരനായിട്ടുള്ള ഡയറക്ഷൻ. ഉർവശി ചേച്ചി വേറെ ലെവലാണ് ഇതിൻ്റെ അകത്ത്. ഉർവശി ചേച്ചിയാണ് സിനിമയിലെ ഹൈലൈറ്റ്. മറ്റ് എന്താ പറയുക, മുകേഷ് ഏട്ടനാണെങ്കിലും ധ്യാനാണെങ്കിലും ഷൈനാണെങ്കിലും എനിവേ അതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്ന എല്ലാ ആർട്ടിസ്റ്റാണെങ്കിലും നല്ല നല്ല ക്രൂവാണ് പടം. നല്ല വിഷ്വല്, നല്ല ക്യാമറ, നല്ല എഡിറ്റിങ്, ഗംഭീര എഡിറ്റിങ്ങാണ് പടം. നല്ല സുന്ദരമായിട്ട് ഫാമിലിക്ക് വന്നിരുന്ന് ആസ്വദിച്ച് കണ്ടു പോകാൻ പറ്റുന്ന സൂപ്പർ പടം. എന്തായാലും നന്നാവട്ടെ, പടം നല്ല വിജയത്തിലേക്ക് എത്തട്ടെ. ഞാൻ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു നടനല്ലേ. എല്ലാവർക്കും, എല്ലാ സ്ത്രീ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരനായിട്ടുള്ള നടനല്ലേ ധ്യാൻ ശ്രീനിവാസൻ. പടം നല്ല പടമാണ്. ഈ പടത്തിൽ ഞാൻ പറയില്ല, ഈ പടത്തിൽ നല്ല അത്യാവശ്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള നല്ല മെസ്സേജിൻ്റെ പടത്തിൽ. അത് നമ്മൾ പറയില്ല ആ മെസ്സേജ്. നമ്മൾ പടത്തിൻ്റെ റിവ്യൂ പറയുമ്പോൾ ഇത് നമ്മൾ പറയില്ല. കാരണം ഇത് പ്രേക്ഷകർ വന്ന് പടം കാണട്ടെ, എന്നിട്ട് അവർ വിലയിരുത്തട്ടെ. ഇത് നല്ല ഗംഭീര പടം. അദ്ദേഹം എന്താണോ ഡയറക്ടർ ഈ സിനിമയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരം പടം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പ്രൈമിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി കാണിച്ചു തന്നേക്കണ്. അത്രേ ഉള്ളൂ. എന്തായാലും നല്ല ഡയറക്ഷനാണ് പടം. സുന്ദരം പടമാണ്, ഒരു കുഴപ്പമില്ല. അയ്യറിൻ അറേബ്യ. ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ഷൈൻ ചേട്ടനാണെങ്കിലും ഉർവശി ചേച്ചി വേറെ ലെവലാട്ടാ. ഉർവശി ചേച്ചിയാണ് വേറെ ലെവൽ. പടത്തിൻ്റെ ഹൈലൈറ്റ് ശരിക്കും ഉർവശി ചേച്ചിയാണ്. കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്, എല്ലാം വളരെ കൃത്യമായിട്ട്. പുള്ളിക്കാരത്തേക്ക് എന്ത് റോളും വഴങ്ങുമല്ലോ. അസാധ്യ നടിയല്ലോ ഉർവശി ചേച്ചി. എല്ലാവരും പല ഇൻ്റർവ്യൂകളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളൂ. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് ഉർവശി. അസാധ്യ നടി. എന്ത് റോളും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അടിപൊളി നടിയാണ്. അപ്പോൾ മുകേഷ് ചേട്ടനാണെങ്കിലും അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളി, ഗംഭീരം. എന്താ പറയുക, പടം എന്തായാലും നല്ല പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി പടമാണ്. വേറെ അതിൻ്റെ അകത്ത് നെഗറ്റീവ് കാര്യങ്ങളിൽ ആകൊന്നുമില്ല. നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ദുബായിൽ ചുറ്റിക്കറങ്ങി വന്നിരുന്നൊരു പ്രതീതി ഫീൽ ലവി ഉണ്ട്. അതാണ് നല്ല സുന്ദരമായിട്ട്. എന്തായാലും പടം വിജയിക്കും. നല്ല പടമാണ്. സ്ത്രീകളും കുട്ടികളൊക്കെ ഇടിച്ചു കയറിക്കോളും. നല്ല പടമാണ്. ഓക്കെ. ഇത് ജോണ്ടറാണ് കോമഡി, ഫാമിലി സെൻറ്റിമെൻ്റൽ ജോണ്ടറാണ്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. അല്ല ഉർവശി ചേച്ചി തകർത്തുണ്ട്. മുകേഷാണ് ചെയ്തിട്ടുണ്ട്. മുകേഷ് കൺസർവേറ്റീവ് ബ്രാഹ്മണായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ദുർഗയും ധ്യാനാണ് ചെയ്യുന്നുണ്ട്. അവൻ നല്ല പേരിങ്ങാണ്. ക്ലൈമാക്സിൽ അവൻ സൈനിൽ വരുന്നുണ്ട്. വലിയ താരനിരയാണ്. മുകേഷ് ഒരു ടിപ്പിക്കൽ കൺസർവേറ്റീവ് ബ്രാഹ്മണായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും കണ്ടിരിക്കാൻ പടം നമ്മൾ കണ്ടിരിക്കുക. ഒരു അബവ് ആവറേജ് മൂവിയാണ്. ധ്യാനും ദുർഗയിലെ ആസ് യൂസൽ. തകർത്തിരിക്കുന്നത് മുകേഷും പാർവതിയാണ്. ഉർവശിയാണ് മുകേഷ് ഉർവശി. ഉർവശിയാണ് നല്ല ആക്ട്രസ്സാണ്. മലയാള സിനിമയുടെ വൺ ഓഫ് ദി ഗ്രേറ്റ് ആക്ട്രസ്സാണ്. മുകേഷ് ആ കൺസർവേറ്റീവ് ബ്രാഹ്മണായിട്ട് അണ്ണായിട്ട് അഭിനയിച്ചത്. പിന്നെ ദുർഗയും ധ്യാനം നല്ല കോമ്പിനേഷനാണ്. ഷൈനുണ്ട്, ഉണ്ട്. വലിയ താരനിരയാണ്. ഒരുപാട് പേരുണ്ട്. എം.എ. നിഷാദ് ചില പാട്ടുകൾ വളരെ മെസ്സേജ് ഓറിയൻറ്റൊക്കെയാണ്. ഇതൊരു എൻ്റർടൈനറാണ്. കണ്ടു. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഉർവശിയുടെയും മുകേഷിൻ്റെയും കോംബോ അടിപൊളിയായിരുന്നു. അതുപോലെ ധ്യാനിൻ്റെ ഷൈനോമിൻ്റെ ഒക്കെ നല്ല കോംബോ ആയിരുന്നു. നല്ല എല്ലാവരും കണ്ടിരിക്കാൻ നല്ലൊരു സിനിമയാണ്. നല്ല കോംബോ ആണ്. രണ്ടുപേരും നല്ല രസമുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്കുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ചിൽ മൈൻഡ് ആയിട്ടുള്ള ഇതിലുള്ള രണ്ടുപേരും അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തു. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടാണ്, നല്ല രസമാണ്, നല്ല സൂപ്പർ സോങ്സ് ഒക്കെയാണ്. അപ്പം മൊത്തം ഇഷ്ടപ്പെട്ടു. ഉർവശിയും മുകേഷ് ആണെങ്കിലും നല്ല രസമായിരുന്നു. രണ്ടുപേരും നല്ല കോംബോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഫാമിലിയാണ്. അതുപോലെ തന്നെ സമകാലിക പ്രസക്തിയൊക്കെ ഉള്ള നല്ലൊരു സിനിമയൊക്കെ തന്നെയാണ്. യൂത്തിനും നന്നായിട്ട് ഇതാക്കാൻ പറ്റും. അതിനേക്കാൾ നല്ല 14+ ആൾക്കാർക്കൊക്കെ നല്ല അങ്കിൾമാർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ രീതിയിലാണ്. ഇപ്പം അങ്ങനത്തെ സിനിമകളൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ അവർക്കെല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല തരത്തിലുള്ള സിനിമയാണ് അയ്യറിൻ അറേബ്യ. പടം എന്തുകൊണ്ടും ഒരു ഫാമിലി മൂവി അങ്ങനെ വേണം പറയും. അതായത് ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് പോണ പടം.
അവസാനം ലാസ്റ്റ് ആയപ്പോൾ ഒരു ഫാമിലി ഇതിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. മുകേഷ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മുകേഷ്, അതുപോലെ തന്നെ ഉർവശി, പിന്നെ ധ്യാൻ, 3 പേരുടെ നല്ല കിടിലം പെർഫോമൻസ് തന്നെ. അതേപോലെ തന്നെ ഷൈൻ രാജാക്കുണ്ട്. പുള്ളിയുടെ റോൾ ഇതിലെന്തോ അത്രയ്ക്ക് കൂടുതലില്ലാത്ത പോലെ എനിക്ക് തോന്നി. എന്തായാലും ഉള്ള റോള് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അലൻസിയർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ചുകളാണ്, ഫാമിലി ആയിട്ട് കയറാവുന്ന പടം.